ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് AI ഉപയോഗിച്ച്, അതായത് ജെമിനി എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുകൊണ്ട് നമുക്ക് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാ സംഭവങ്ങളും AI ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഒരുപാട് വീഡിയോകൾ അടുത്തതായി നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് AI ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് വേണ്ട രീതിയിലുള്ള നല്ല സെലക്റ്റാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് അതിന് വേണം. എന്താണ് നമുക്ക് അതിനോട് പറയണം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനൊരു പ്രോംപ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് എടുത്തിട്ട് നിങ്ങൾക്ക് സെയിം പ്രോംപ്റ്റ്സിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ആ പ്രോംപ്റ്റ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രോംപ്റ്റ് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് സെയിം തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായി നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോവുക, എന്നിട്ട് ഗൂഗിൾ ജെമിനി എന്ന് പറയുന്ന ഈ സോഫ്റ്റ്വെയറുകൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ഈ സോഫ്റ്റ്വെയറുകൾ ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാരുടെ ഫോണിൽ ഓട്ടോമാറ്റിക് ഉണ്ടാവും. ഇല്ലാത്തവർ ഇത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മളെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മളെ ഫോട്ടോ ആണ് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആരെ ഫോട്ടോ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണ്ടത് എന്നുള്ളത് നമുക്കിതിൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുകയാണെന്ന് ചോദിച്ചാൽ ഇവിടെ താഴെ കാണാൻ പറ്റും ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. ഇവിടെ പ്ലസ് ബട്ടണിൽ കൊടുക്കുക. ജസ്റ്റ് ഗാലറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഗാലറി ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഓൾറെഡി ഒരു ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. നിങ്ങളെ ഫോട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ആണ് ചെയ്തുകൊണ്ടാണ് എൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഗൂഗിൾ ജെമിനിനോട് നമ്മൾ പറയണം എന്ത് ലെവലിലുള്ള ഫോട്ടോ ആണ് നമുക്ക് വേണ്ടതെന്നില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ്, ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ലെവലിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡലുകളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ വൈറ്റ് ഉള്ള ബ്ലൂ ആണെങ്കിൽ ഏത് കളറും നിങ്ങൾക്ക് ഇപ്പോൾ ചില പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ബ്ലൂ ടൈപ്പ് ഒക്കെ വേണ്ടി വരും, ബ്ലൂ ഗ്രീൻ ഒക്കെ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈസ് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേറെ സൈസൊക്കെ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ കൊടുത്തത് ഇതാണ്. ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്തു, ഞാൻ സെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളെ ഫോട്ടോ ഇനി ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ കൊടുത്ത അതേ ലെവലിലുള്ള പ്രോംപ്റ്റ് കൊടുത്ത ലെവലിലുള്ള ഫോട്ടോസ് ഇപ്പം ക്രിയേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ ഫോട്ടോസ് ഇവിടെ കറക്റ്റ് ആക്കിയിട്ട് പാസ്പോർട്ട് സൈസ് ലെവലിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ബ്ലൂ ആക്കണേ ബ്ലൂ ആക്കാം, ഗ്രീൻ ആണെങ്കിൽ ഏതും ആക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫോട്ടോസുകൾ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ പലതും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോസ് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഗാലറി പോയി കഴിഞ്ഞാൽ ഗാലറി എടുക്കുക, ഓപ്പൺ ആക്കാം. അപ്പോൾ ഫോട്ടോ അങ്ങോട്ട് സേവ് ആയത് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മളെ ഫോട്ടോസുകൾ നല്ല അടിപൊളിയായിട്ട് പാസ്പോർട്ട് സൈസ് ലെവലിലും പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയുള്ള നല്ല നല്ല വീഡിയോകൾക്കായി പുതിയ വീഡിയോകൾ നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.